Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Very good afternoon, Miss. Good afternoon, Miss. Hello. 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 കേൾക്കാമോ? കേൾക്കുന്നുണ്ട് മിസ്. കേൾക്കാം മിസ്സേ. കേൾക്കാം. Prayer. കരുണതൻ കാതലേ കൈതൊഴാം തൊഴാമഹിതൻ വെളിച്ചമേ കൈതൊഴാം മഹിമതൻ കോവിലേ കൈതൊഴാം തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം ഒരു ചെറു കൈത്തിരിയേന്തി ഞാൻ അരികിലെന്നർച്ചനേക്കെത്തവേ കനിവിൻ കടാക്ഷങ്ങളേകണേ എന്റെ കരളിലാമൃതം ഒഴിക്കണേ അവിവേകശാലികൾ പാപികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ അഖില പ്രേകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണേ മാപ്പു നീ ഈശ്വരാ ഞങ്ങൾ കരുളേണേ മാപ്പു നീ ഈശ്വരാ കരുണതൻ കാതലിൽ കൈതൊഴാം സ്നേഹക്കരളേ ദൈവമേ കൈതൊഴാം മഹിമതൻ കോവിലേ കൈതൊഴാം തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. താങ്ക് യു മിസ്. Okay, thank you. Thought of today. An investment in knowledge pays the best interest. അറിവിലേക്കുള്ള നിക്ഷേപമാണ് ഏറ്റവും നല്ല പലിശ നൽകുന്നത്. Signing. മിസ്സേ, ഞാനാണ് സൈനിങ്. വളരെ കുറച്ച് സമയം കൊണ്ട് വേഗം പ്രിപ്പയർ ചെയ്ത പാട്ടാണ്. നീതു തോർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയതാരേ മരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകളെഴുതിയതാരേ മുകുളിതയാക്കിയതാരേ അവളെ പ്രണയിനിയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനോ തേനിലാവിൻ വിരഹമെന്നാലും മയങ്ങി
Signing by Anumoldi. Okay. Thank you. Good afternoon to all. Screen കാണാമോ? PDF കാണാമോ? ആണോ മിസ്? പാർട്ട് 4 ആണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല. ഓക്കെ. റിസൾട്ട് വന്നല്ലോ. വന്നു മിസ്സേ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് എക്സാം എന്ന് മനസ്സിലായില്ലേ? യെസ് മിസ്. അനുവിന്റെ കഴിഞ്ഞല്ലേ? ഇന്റേൺഷിപ്പ് കഴിഞ്ഞല്ലോ. കഴിഞ്ഞു മിസ്സേ, കഴിഞ്ഞു. പിന്നെ ആരാണ് ഇനി? ഗോപികയാണല്ലോ കഴിയാത്തത്. ജയശ്രീ ഉണ്ട്. ജയശ്രീ ചേച്ചിയുടെ കഴിഞ്ഞിട്ടില്ല. ഗോപിക പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. ഈ മാസം ലാസ്റ്റ് വരെ പോകണമായിരിക്കും. കാരണം UKG-യുടെ ഒക്കെ ക്ലാസ് അടയ്ക്കുമെന്ന് പറഞ്ഞു 28-ാം തീയതിയോടുകൂടി. അപ്പൊ ലാസ്റ്റ് വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ശരി. വേറെയും കുറച്ച് പേര് മിസ്സേ പോയിട്ടുണ്ട്. പുതിയതായിട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട്. പോയിട്ടുണ്ടല്ലേ? ഓക്കെ. രമ്യ മേനോത്ത് ആള് പോയി തുടങ്ങി. പിന്നെ വേറെ കുറച്ച് പേര് പോയി തുടങ്ങിയിട്ടുണ്ട്. രമ്യ മേനോത്തിന് ജോലിയും കൂടി ആയിന്ന് പറഞ്ഞു മിസ്സേ. അവിടെ തന്നെ മെയ് മുതൽ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മള് യൂണിറ്റ് 6 സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം അവിടെ വരെ എടുത്തു. ബ്ലാക്ക് ബോർഡ് കഴിഞ്ഞില്ലേ? യൂസിങ് ബ്ലാക്ക് ബോർഡ് എടുത്തു. ഹൗ ടു അറേഞ്ച് ബ്ലാക്ക് ബോർഡ് എടുത്തോ? സെമിനാർ എടുക്കാൻ പറഞ്ഞില്ലേ ടോപ്പിക്സുകള്? ഇല്ല മിസ്സേ. എന്ന് പറഞ്ഞു പോയല്ലോ. പക്ഷെ പറഞ്ഞോളൂ, ഓരോരുത്തർ ടോപ്പിക് തന്നില്ല എന്ന് തോന്നുന്നു. നമ്മുടെ യൂസിങ് ബ്ലാക്ക് ബോർഡ് വരെ ആയിരുന്നു എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് പോയില്ലായിരുന്നോ? ഓക്കെ. പറഞ്ഞത് ഏത് ക്ലാസ്സിലാണ്? വേറെ ക്ലാസ്സിലായിരിക്കും. ഇത് നിങ്ങൾക്ക് ശരിക്കും ചെറിയ ടോപ്പിക്സ് ആണ്. സെമിനാർ എടുക്കാൻ പറ്റുന്ന ടോപ്പിക് ആണ് കേട്ടോ. ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. ഓൾറെഡി ഞാനിപ്പോ 2-3 ടോപ്പിക്സ് നിങ്ങൾക്ക് തരാം. പെട്ടെന്ന് എടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്. ഇന്ന് എടുക്കാനല്ല, അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഒന്ന് ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. എങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുറിയിൽ ബ്ലാക്ക് ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടത്? ഓക്കെ. ഞാൻ ടോപ്പിക്ക് അർച്ചനയ്ക്ക് തരാം കേട്ടോ. അർച്ചന രാജേഷ്. ഓക്കെ മിസ്. മിസ്സേ ടോപ്പിക് ഒന്ന് ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. പേജ് നമ്പർ നിങ്ങളിൽ എത്രയാണ് എടുക്കുന്നത്? 179 ആണ് മിസ്. 179. എളുപ്പമാണ് കേട്ടോ. ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. അതിലുള്ളത് തന്നെ പറഞ്ഞാൽ മതി. വേറെ അഡീഷണൽ ഒന്നും കണ്ടെത്തി പറയണ്ട. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ സീറ്റ് അറേഞ്ച്മെന്റ്സ്. സീറ്റ് അറേഞ്ച്മെന്റ്. ബിൻസി. ആരാണ്? ബിൻസി. ആരാണത്? ബിൻസിക്ക് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടെൻഷനാന്ന് പറഞ്ഞു ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട്. ആണോ? ഇതുവരെ അങ്ങനെ അവള് സെമിനാർ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് പേടിയാ, അറിയില്ല. ഈ ടോപ്പിക് എടുക്കുക. ഈ ടോപ്പിക് എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഇൻസിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കണേന്ന് നോക്കാം. ഓക്കെ. എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരണമെങ്കിൽ ആ ഭാഗം വെച്ചുമ്പോൾ നിർത്തിക്കോ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ. ഓക്കെ. എളുപ്പമാണ്. ക്ലാസ്സില് സീറ്റ് അറേഞ്ച് ചെയ്യണത് മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബെഞ്ചും ഡെസ്കും ഒക്കെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം, ഏത് ഷേപ്പിലൊക്കെ ക്ലാസ് ഇരുത്താം, എത്ര സ്ക്വയർ ഫീറ്റിലാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. വായിച്ചു നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അതിൽ നമ്മൾ 5 അറേഞ്ച്മെന്റ്സ് പഠിക്കുന്നുണ്ട്. 5 അല്ല 4 എണ്ണം. ഒന്ന് ഹൈറ്റ് ഓർഡറിന്റെ ബേസിസിൽ നമ്മൾ കുട്ടികളെ
ഇരുത്താറുണ്ട്. അതുപോലെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്. അതെന്താന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് ലുതി എടുക്കോ? സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പോയാലേ ഒരു മിനിറ്റ്, എന്നെയാണോ വിളിച്ചത്? അതെ അതെ, ടോപ്പിക് എടുക്കാൻ പറ്റും. ഞാൻ ഒരു മിനിറ്റ് ലിതിയോട് പറഞ്ഞോളാം മിസ്സേ. പറഞ്ഞാൽ മതി. മിസ്സേ, എനിക്ക് ഏത് ടോപ്പിക്കായാലും കുഴപ്പമില്ല. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കേട്ടോ. ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക് ഓർഡർ, അറ്റൻഡൻസ്, റാങ്കിങ് മെത്തേഡ്. പിന്നെ വരുന്നത് യൂണിഫോംസ് ആണ്. അത് സിമ്പിൾ ആണ്. ഇത് ഞാൻ കുറച്ച് പോയിന്റ് ആക്കി ഡിവൈഡ് ചെയ്ത് തരാം. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒരു 5 പോയിന്റ്സ് വരെ, ഇൻട്രൊഡക്ഷൻ തുടങ്ങി 5 പോയിന്റ്സ് വരെ, 5 എണ്ണം വേണ്ട. ഇൻട്രൊഡക്ഷൻ വരെ തുടങ്ങി ഈ 4 പോയിന്റ് കണ്ടോ? ഇൻട്രൊഡക്ഷൻ തുടങ്ങി 4 പോയിന്റ് കണ്ടോ? ഓക്കെ, ഇത് ഓക്കെ. ശ്രുതി ശ്യാം ആരാണ്? ശ്രുതി ശ്യാം ഉണ്ടോ? ശ്രുതി മിണ്ടുന്നില്ല. ശ്രുതി ആ 4 പോയിന്റ്സ് വരെ എടുക്കാട്ടെ. ഇൻട്രൊഡക്ഷനും പറയണം, 4 പോയിന്റ്സ് വരെ. യൂണിഫോം അല്ലേ? യൂണിഫോം. 5th പോയിന്റ് മുതല് 9th പോയിന്റ് വരെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് അതിന് പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. മേബി എടുക്കണം കേട്ടോ. 5th പോയിന്റ് മുതൽ 9th വരെ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർ ആയി വന്നോളൂ. ഓരോരുത്തർ തീരുന്നതിനനുസരിച്ച് എടുക്കാം. ക്ലാസ് എടുത്ത് തീരുന്നതിനനുസരിച്ച് എടുക്കാം. ടെക്സ്റ്റിലുള്ള പോയിന്റ്സിൽ മാത്രം മതി, അഡീഷണൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, കേട്ടോ? മിസ്, എന്റെ ടോപ്പിക് ഒന്നുകൂടി പറയോ? ഞാൻ തെരഞ്ഞപ്പോ അങ്ങനെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. സിറ്റിംഗ് പേജ് നമ്പർ ഇതിൽ എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. 179. 179 കേട്ടോ. ഓക്കെ, ഇതെല്ലാം സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് വരുന്ന ബാക്കി അറേഞ്ച്മെന്റ്സുകളാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് ബോർഡ് വരെയാണ്, യൂസിങ് ബ്ലാക്ക് ബോർഡ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്തതിനു ശേഷം ബോർഡ് ആഫ്റ്റർ യൂസിന് ശേഷം എന്താണ് റബ്ബ് ചെയ്യുന്നവരെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ വരുന്നത് അതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നാണ് ഇനി വരുന്ന ഭാഗങ്ങൾ കേട്ടോ. അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങള്. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ്സിൽ ലൈറ്റ്സ് ഒക്കെ വരുമ്പോ ബോർഡിൽ എല്ലാ ലൈറ്റ്സും നമുക്ക് ചില ലൈറ്റ്സുകളൊന്നും ഇനി ക്ലിയർ ഉണ്ടാവും, അല്ലെങ്കിൽ തിളങ്ങുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ബാക്ക് ബെഞ്ചിലേക്ക് കുട്ടികൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അറേഞ്ച്മെന്റ്സിൽ പറയുന്നുണ്ട്. ഡെസ്കും ബെഞ്ചും ഉൾപ്പെടെ എങ്ങനെയൊക്കെയാണോ എന്നതാണ് ഈ സീറ്റ് അറേഞ്ച്മെന്റ്സിൽ വരുന്നത്. പിന്നെ ക്ലാസ്സിൽ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിലോ ഷേപ്സിൽ എത്താൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാര്യം വരുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ എത്രത്തോളം സ്റ്റുഡന്റിനും ടീച്ചർ സ്പേസിനും റാക്ക് സ്പേസസിനൊക്കെ എത്രത്തോളം സ്ക്വയർ ഫീറ്റ് സ്പേസസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത്. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ 4 അറേഞ്ച് ഉണ്ട്: ഹൈറ്റ്, ആൽഫബറ്റിക്കൽ ആൻഡ് അറ്റൻഡൻസ് ആൻഡ് റാങ്കിങ് മെത്തേഡ്. അത് കഴിയുമ്പോൾ ജസ്റ്റ് യൂണിഫോംസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ യൂണിഫോം മാത്രമല്ല, ക്ലാസ് മുറിയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പോയിന്റ് വൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതുവരെ നിങ്ങൾ എടുക്കുക, പറ്റുന്ന പോലെ എടുക്കുക കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചെടുക്കരുത്, ക്ലാസ് എടുക്കുന്നത് പോലെ എടുക്കുക കേട്ടോ.
നോക്കി പറയുന്നത് പറ്റുമെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഒരു സ്പെഷ്യൽ ക്ലാസ് റൂമിനെ പറ്റി പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം കേട്ടോ. ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്. ജാപ്പനീസ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് കേട്ടിട്ടുണ്ടോ? അത് ഇല്ല, ഇല്ല മിസ്സേ. ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മളല്ലാതെ വേറൊരു പേര് പറയുന്നുണ്ട്, ഹീറോയിൻ മേക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ഹീറോ ആരാണ്? ഹീറോയിൻ ആരാണ്? നടനും നടിയും. നടനും നടി. അപ്പൊ ഇവിടെ നടനും നടിയും ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസ് ആണ് അല്ലെ, ബോയ്സും ഗേൾസും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ജപ്പാനീസ് ടൈപ്സില് ജപ്പാനിൽ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് സ്പെഷ്യൽ ക്ലാസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് വായിച്ചിട്ട് പറഞ്ഞുതരാം. To bring out the individual talent, a period in day is shared to a student of the class. Likewise, this chance is given to every student. He or she is declared as a hero or heroine of the day. Yes. അതായത് ഓരോ ഇൻഡിവിജ്വൽ ടാലന്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ശരിക്കും ഈ ഒരു സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ദിവസം എന്താണ്, ഓരോ സ്റ്റുഡൻസിന് ഒരൊറ്റ പീരീഡ്, ഒരു പീരീഡ് ടാലന്റഡ് പീരീഡ് എന്ന രീതിയിൽ കൊടുത്തിട്ട് ആണോ പെൺകുട്ടിപ്പോയോ ഒരു ഗേൾ, അതായത് അവർക്ക് അവരുടെ ഏതാണോ ടാലന്റ് ഉള്ളത് അതിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുന്ന തരത്തില് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാവുന്ന പല പെർഫോമൻസുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂം ആണ്. പക്ഷെ നമ്മുടെ ഇതില് ഇത്രയും മാത്രമേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പഠിക്കാറുണ്ട്. ഓക്കെ, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തെടുക്കണം. ഞാൻ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഓക്കെ, Japan has a system called Edikoloto. Japan has a system called Special Needs Education. Special Needs Education. Special Needs Education. Special Need Education. Special Need Education എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ ഇടാം കേട്ടോ, ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇടാം. To support students with the physical or mental disabilities, to support students with the physical or mental disabilities, comma, aiming to foster, ലക്ഷ്യമിടുന്നത്, aiming, AIMING, aiming to foster, FOSTER, aiming to foster their self-reliance, and social participation. Self-reliance and social participation. അതൊരു വായിക്കാം, ശ്രദ്ധിച്ചു നോക്കുക. Japan has a system called special need education to support students with the physical or mental disabilities, aiming to foster their self-reliance and social participation. Correct ആണോ? എല്ലാവരും എഴുതിയെടുത്തോ? യെസ്, ഇനി ഒന്ന് വായിച്ചു നോക്കി. മാം സ്പെഷ്യൽ മീൻസ് എന്നല്ലേ? എന്തോ സ്പെഷ്യൽ നീഡ് NEEDS, needs, ആവശ്യം.
നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസത്തെ പീരീഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡ് എന്താണ് ഒരു ആഴ്ചയിലെ ഒരു ദിവസത്തെ പീരീഡ് ഓരോ ഇൻഡിവിജ്വൽസിന് വേണ്ടി നമ്മൾ അത് ഷെയർ ചെയ്യും. ഓക്കെ, അതായത് അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ടാലൻസുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ പീരീഡ് കൊടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം അവരെ നമ്മൾ എന്തായിട്ടാണ് അംഗീകരിക്കുന്നത്? ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിലെ ഈ ഒരു സ്പെഷ്യൽ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ എന്താ പറയാ ഈ ഒരു പേരിലാണ് നമ്മൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജപ്പാനിലുള്ളൊരു സ്പെഷ്യൽ ക്ലാസ് റൂം അന്തരീക്ഷമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലതിനാണ് അല്ലെ. പ്രത്യേകിച്ച് എങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? എങ്ങനെയുള്ള കുട്ടികൾക്കാണ്? ഫിസിക്കലി മെന്റലി ഡിസബിലിറ്റീസ് ഫിസിക്കൽ ഓർ മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ സെൽഫ് റിലയൻസ് അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നതിന് അതോടൊപ്പം തന്നെ എന്താണ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂംസുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ക്ലാസ് റൂംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേരളത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? സ്പെഷ്യൽ കോഴ്സ് ഒക്കെ അങ്ങനെ പറ്റുമോ മിസ്സേ? അത് പറയാൻ പറ്റുമോ? ഉണ്ടല്ലോ, സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? എല്ലാവർക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ള എല്ലാ പ്രോഗ്രാംസും ഇപ്പൊ ഉണ്ട് അല്ലെ. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് അവർക്ക് സ്കിൽസുകൾ ഉണ്ട്. സ്കില്ലുകൾ ആർക്കും ഇല്ല എന്നല്ല, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തുണ്ട്? സ്കില്ലുകൾ ഉണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഗ്രാസ്പിംഗ് പവറും മോയ്സ്ചറൈസേഷൻസും അല്ലെങ്കിൽ മെന്റൽ കപ്പാസിറ്റി ഉള്ള കുട്ടികൾ തന്നെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെറൈറ്റി സ്കിൽസ് ഉള്ള കുട്ടികളാണ് അവരെ. അപ്പൊ അത് പുറത്തേക്ക് വരാൻ നമ്മൾ കണ്ടിട്ടില്ലേ? കുറച്ചും കൂടി മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുട്ടികള് പ്രോഗ്രാംസ് പങ്കെടുക്കുന്നത്, വീഡിയോയിലൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അടുത്ത് കണ്ടത് വീൽ ചെയറിൽ ഇരുന്നിട്ട് അവര് ഡാൻസ് പെർഫോം ചെയ്യുന്ന ക്ലാസിക്കൽ ഡാൻസ് വീൽ ചെയറിലും, പിന്നെ നമ്മൾ മറ്റേ സ്ട്രക്ചറില് ഇങ്ങനെ കൈയുടെ ഇടയിൽ വെക്കുന്നത്, സ്റ്റാൻഡ് ചെയ്യുന്നത്, അതിൽ നിന്നിട്ട് ഡാൻസ് പെർഫോം ചെയ്യുന്നത് മറ്റേ അനന്തശയനത്തിന്റെ ഒരു തീമാണ്. എന്നിട്ട് അവരത് ആ 2 സ്റ്റാൻഡ് മുകളിലേക്ക് ഉയർത്തിയിട്ട്, ചെറിയ കുട്ടികളാണ്, ഏജ്ഡ് ആണ്, അത് ചെറുതല്ല, സ്റ്റാൻഡ് മുകളിലേക്ക് ഉയർത്തിയിട്ട് നമ്മുടെ അനന്തശയനം കിടക്കുന്ന കണ്ടിട്ടില്ലേ? ആ ഷെയ്ഡ്സിൽ അവര് ഇതേപോലെ കുറച്ചുപേര് വീൽ ചെയറും കുറച്ചുപേര് ആ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് കളിച്ചത്. പക്ഷെ എത്ര മനോഹരമായിട്ട് കളിച്ചെന്ന്. അപ്പൊ കണ്ടോ, അവർക്ക് ആ സ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? ഇതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന അധ്യാപകരാണ് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു സപ്പോർട്ട് മൂലമാണ് കുട്ടികളിൽ അത്തരത്തിലുള്ള ഒരു ടാലന്റിനെ അവർ പോളിഷ് ചെയ്തെടുത്താണ് അതൊരു വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു സിസ്റ്റം ആണല്ലേ ജപ്പാനിൽ ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പൊ കുട്ടികൾ കൂടുതൽ ഇൻസ്പയർഡ് ആവും, മോട്ടിവേറ്റഡ് ആവും അല്ലെ. ഒരു ഹീറോയിൻ ആകുന്നത് ക്ലാസ്സിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളായിട്ട് മാറാം. അല്ലെങ്കിൽ എല്ലാം അത് ചിലപ്പോ ഒരു പെർഫോമൻസ് മാത്രമായിരിക്കും കേട്ടോ. ചിലപ്പോ ഒരു കുട്ടി പല ഫീൽഡിൽ എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അത് ഒരു സ്കില്ല് മാത്രമല്ലല്ലോ, ഡാൻസും പാട്ടും അഭിനയിക്കാനൊക്കെ അറിയാൻ പറ്റില്ല. അപ്പൊ എന്താണ് അതും കൂടുതലും വേണ്ടി ചിലപ്പോ ഒന്ന് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് വെറൈറ്റി ആയിട്ട് കാണിക്കുന്ന കുട്ടികളുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ കൂടി സപ്പോർട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇതിന് ഇതുവരെ ചോദ്യമൊന്നും വന്നിട്ടില്ല. ഇൻകേസ് ചോദിച്ചാല് പുറത്തുനിന്ന് എങ്ങനെ ചോദിച്ചാലും നമുക്കാണ് എഴുതി തന്നത് കേട്ടോ. ഇതിന്റെ എയിം എന്താണ്? ഇങ്ങനെ ഒരു ക്ലാസ് റൂംസിന്റെ എയിം എന്താണ്? ലക്ഷ്യം എന്താണ്? സെൽഫ് റിലയൻസും സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഈ ടൈപ്പ് ഓഫ് ക്ലാസ് റൂംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്സ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, നമ്മള് 5th ചാപ്റ്റർ ആണെങ്കിലും എടുത്തോ. ഡെവലപ്മെന്റ് പ്രൊഫൈല് 5ാമത്തെ ചാപ്റ്റർ മുകളിലോട്ടോട്ടെ. എന്തോ വിളിച്ചാരെങ്കിലും? എടുത്തില്ല മിസ്, ആരും എടുത്തില്ല. ഓക്കെ, മിസ് സ്കൂൾ മാനേജ്മെന്റ് ആണ് തുടങ്ങിയത്. ഓക്കെ, യൂണിറ്റ് 5 ഡെവലപ്മെന്റ് പ്രൊഫൈൽ. ഓക്കെ, യെസ്, എല്ലാവരും എടുത്തോ ടെക്സ്റ്റ് യൂണിറ്റ് 5.
ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കാം. It is difficult to give marks on how well a child can run on how many complex sentences a child can speak. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു കുട്ടിക്ക് നമുക്ക് അവൻ എത്രത്തോളം ഓടി എന്ന് പറഞ്ഞ് മാർക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം കോംപ്ലക്സ് സെന്റൻസ് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത്ര കോംപ്ലക്സ് സെന്റൻസ് പറഞ്ഞു, കുട്ടി ഇത്രത്തോളം ഓടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. യെസ്, അങ്ങനെയുള്ള കാര്യത്തിൽ മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇല്ല എന്നല്ല, ഡിഫിക്കൽട്ട് ആണെന്നാണ് അല്ലെ. കൊടുക്കാൻ പറ്റും, ഓട്ട മത്സരത്തിന് നമ്മൾ കൊടുക്കാറില്ലേ? ഓക്കെ, അതിനൊക്കെ ഒരു സ്പെസിഫിക് പോയിന്റ് ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. യെസ്, അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു ഫ്രേസ് പോലെ പറയുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻ ദ റിപ്പോർട്ട് കാർഡ് യു വിൽ സ്റ്റേറ്റ് ദ ഇംപ്രൂവിംഗ് സ്റ്റേജ് ഓഫ് ദ ചൈൽഡ് ഇൻ all the factors of development എന്നാണ് കേട്ടോ. ടെക്സ്റ്റിൽ എന്താ കിടക്കുന്നത്? ഫേസസ് എന്നാണോ? ഇതങ്ങനെയല്ലല്ലോ, അതൊരു കൺഫ്യൂഷൻ ആണ് കേട്ടോ. ടെക്സ്റ്റിൽ അങ്ങനെയല്ലെങ്കിൽ ആ സെന്റൻസ് ഇല്ല. എന്തോ PDF-ലുള്ളതുപോലെ തന്നെ ടെക്സ്റ്റിലും. ടെസ്റ്റിലുള്ളത് ഓക്കെ അല്ല, എന്റെ കയ്യിലുള്ളതിൽ വേറെ എന്താ? യെസ്, ഓക്കെ, അതെന്തായിക്കോട്ടെ, അത് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് സൂചിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ഓൾ ഡെവലപ്മെന്റ് സ്റ്റേജസിലുള്ള ഒരു റിപ്പോർട്ട് കാർഡാണ്. അതായത് അവന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള ഓരോ സ്റ്റേജസിലൂടെയാണ് കുഞ്ഞ് കടന്നു പോകുന്നത് അല്ലെ. ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസിലെ കുട്ടിയുടെ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കാർഡാണ് റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത്, അഥവാ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ദിസ് വിൽ ഹെൽപ്പ് ദ പാരന്റ്സ് കൺഫേം വാട്ട് ദേ ഹാവ് ദംസെൽവ്സ് ബീൻ ഒബ്സർവിംഗ് ആൻഡ് ഓൾസോ ഹെൽപ്പ് ദ പാരന്റ്സ് പിൻ പോയിന്റ് ഇൻ വിച്ച് ആസ്പെക്ട്സ് their child needs or more guidance through support, assistance and environment. This type of report card of the child is called a development profile of the child. So, ഇതെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരിക്കും പറഞ്ഞതൊരു ഒബ്സർവേഷൻ കാർഡാണ്. ഈ പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്, പല നീഡ്സ്, പല ആസ്പെക്ട്സിലൂടെ കുഞ്ഞ് കടന്നു പോകുന്നുണ്ട്. അപ്പൊ കുട്ടി ഒബ്സർവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പാരന്റ്സിനടക്കം എന്താണ്, കുട്ടി നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ടും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള്, അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു വീക്ക് പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് സഹായിക്കും, ഈ ഒരു കാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള വികസനത്തെ കുറിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അവന്റെ ഓരോ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഓരോ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് കാർഡ്, അല്ലെങ്കിൽ അതിനെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓരോ കുട്ടിക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് അവന്റെ ഓരോ സ്റ്റേജസിൽ, അതായത് വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും കുട്ടിക്ക് സംഭവിക്കുന്ന ആ സ്റ്റേജസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒബ്സർവേഷൻ, ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് ആണ്. ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഔട്ട്ലുക്കിനെ കുറിച്ചിട്ടാണ് ഈ ഡെവലപ്മെന്റ് പ്രൊഫൈൽ അർത്ഥമാക്കുന്നത്. കുറച്ചും കൂടി നമ്മളൊന്ന് താഴേക്ക് പോകുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ ഡെവലപ്മെന്റ് പ്രൊഫൈൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്നുള്ള ഒബ്സർവേഷൻ ആണെന്ന് പറഞ്ഞത്, കുട്ടിനെ കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻ ആണ്, അവന്റെ പല ഘട്ടങ്ങളിലുള്ള. അപ്പൊ നമ്മള് ഈ ഒബ്സർവേഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണം അല്ലെ. ഒബ്സർവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അത് ശരിക്കും പറഞ്ഞ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഡെവലപ്മെന്റ് പ്രൊഫൈൽസ് ഡിസ്ക്രിപ്ഷൻ ആണ്, ഒരു കുട്ടിയുടെ വികസനത്തെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ വരെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈല് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ, ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ടേംസുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കണം. എന്തൊക്കെയാണ്? ഒന്ന് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, physical development, cognitive development, language development, creative expressions. Okay, creative expressions എന്ന് പറഞ്ഞ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. യെസ്, ഇപ്പൊ നമ്മള് ആദ്യത്തെ 2-3 കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലെ, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതല്ലേ, എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുള്ളതല്ലേ? സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്
കുട്ടിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ സൊസൈറ്റിനോട് കുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഓരോ സ്റ്റേജസിലും കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിൽ മെഷർ ചെയ്യുന്നു? സോഷ്യൽ ഇമോഷൻ ഡെവലപ്മെന്റിൽ കുഞ്ഞിൽ മെഷർ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കൊടുക്കും, അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജിലും കുട്ടിയിൽ ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ. അതായത് ഓരോ സ്റ്റേജിൽ കൊടുക്കേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ? എന്താണ് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, എന്തോ ഒരു ശബ്ദം വന്നായിരുന്നു. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റേജസിൽ കുട്ടികളിൽ വരുന്ന ശാരീരികമായിട്ടുള്ള വികസനം അല്ലെ. അപ്പൊ അത് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ഏജിലും കുട്ടികൾക്ക് ശാരീരികമായിട്ട് നടക്കുന്ന സംഭവങ്ങളുണ്ട് അല്ലെ, നടക്കുന്ന വികാസങ്ങളുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫിസിക്കൽ ഡെവലപ്മെന്റ് മെഷർ ചെയ്യും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ ഓടുകയും ചാടുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അത് ചെയ്യാത്ത കുട്ടികളുണ്ട്. ചെയ്യുന്ന കുട്ടികൾക്ക് എന്താണ് ഫിസിക്കലി ഒരു പ്രോബ്ലംസ് ഉള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ചെയ്യാത്ത കുട്ടികൾക്ക് എന്താണ് എന്തെങ്കിലും തരത്തില് മിസ്റ്റേക്സ് ഉള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവരുടെ പീരീഡിൽ അവരത് കാണിക്കുന്നില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ടും ആ സ്റ്റേജ് ചിലപ്പോ ഓരോ കുട്ടികളും അതാത് സ്റ്റേജിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും കാണിച്ചെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വൈകിന്നിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ്, വൈകിയ സ്റ്റേജിലാണ് കാണിക്കുന്ന ആള് നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ, എന്നിട്ട് കുഞ്ഞത് കാണിക്കുന്നെങ്കിൽ മാത്രമാണ് അവനെന്തോ ഒരു തകരാറുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും, എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഐക്യു വെച്ചിട്ടല്ലേ മിസ്സേ? യെസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഹൈറ്റ് വെച്ചോ? ഐക്യു ഐക്യു നോക്കുമ്പോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഐക്യു വെച്ചാണോ നോക്കുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ നോക്കുന്നത്? ഉള്ള ഒരു വികസനമല്ലേ മിസ്സേ ഉദ്ദേശിക്കുന്നത്? ഐശ്വര്യ കേക്കാമോ? ഐശ്വര്യ ധനേഷ് കേക്കാം മിസ്. ശബ്ദമൊക്കെ മാറിയിരുന്ന ജലദോഷം പിടിച്ചിട്ടേ. ആണോ? പഴയ ഐശ്വര്യയുടെ ശബ്ദമല്ല. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കുട്ടികളുടെ സ്റ്റേജസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് കൊടുക്കും. എങ്ങനെയാണ്? 3 നമ്പർ സ്കിൽസുകൾ. എന്താണ് 3 നമ്പർ സ്കിൽസ് എന്ന് പറയുന്നത്? 3 നമ്പർ റേഞ്ച് വന്നുട്ടോ. 3 നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്. 3 നമ്പർ സ്കില്ലും പ്രീ റൈറ്റിംഗ് സ്കില്ലും എന്താണ്? പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് നോക്കുന്നതാണോ മിസ്സേ? എന്തെങ്കിലും ആണോ? നമ്മള് കുഞ്ഞ് പഠിച്ചെടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ഘട്ടമുണ്ട് അല്ലെ, പഠിപ്പിക്കാന്നുള്ളത്. യെസ്, അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ പറയും, എങ്ങനെ വ്യാഖ്യാനിക്കും? അതവിടെ നിൽക്കട്ടെ, നമ്പർ സ്കിൽ അവിടെ നിൽക്കട്ടെ. പ്രീ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുട്ടിക്ക് എഴുതാനും പെൻസിൽ പിടിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ്? വേഗം ചെയ്യുന്ന 1 2 3 4 5 അതാണ് എഴുതിക്കുന്നത്, അല്ലെങ്കിൽ കായ്ക്കാനായാണ് എഴുതിപ്പിക്കുന്നത് പെട്ടെന്ന്? അല്ല സ്റ്റാൻഡിംഗ് ലൈൻ പഠിപ്പിക്കുന്നേ അല്ലെ? ലൈൻസ് അല്ലേ പഠിപ്പിക്കാൻ പോയവര് പറ ടീച്ചറി. അതെ, ആദ്യമേ ലൈൻസ് ആണ്. സ്റ്റാൻഡിംഗ് ലൈൻ ഉണ്ട്, സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ സ്ലീപ്പിംഗ് ലൈൻ, അതൊക്കെ തന്നെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ കർവ്, അങ്ങനെയാണ് അക്ഷരങ്ങളിലേക്ക് കിടക്കുന്നത്. അത് 3 നമ്പർ സ്കിൽസ്. അതായത് അക്കങ്ങൾ എഴുതുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്താണ് അതിലേക്ക് എത്തുന്നതിനുള്ള മാർഗങ്ങളാണ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓരോ പക്ഷെ അവിടെ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഫിസിക്കൽ മോട്ടോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫിസിക്കൽ ആൻഡ് മോട്ടോ ഡെവലപ്മെന്റ് എന്ന് വേണം ഇവിടെ ഫിസിക്കൽ ആൻഡ് മോട്ടോ ഡെവലപ്മെന്റ് എന്ന് വേണേ ഇവിടെ എഴുതി ചേർക്കും.
യെസ്, അതായത് നമ്മുടെ സ്മോളർ ആയിട്ടുള്ള മസിൽസിന്റെ ഡെവലപ്മെന്റ്സ് വേണം അല്ലെ. യെസ്, അതായത് ഈ പ്രീ നമ്പർ സ്കിൽസും പ്രീ റൈറ്റിംഗ് സ്കിൽസും പഠിക്കുന്നതിന് തൊട്ട് മുൻപാണ് നമ്മൾ ഓൾറെഡി മോണ്ടിസോറിയുടെ ഒരു കോൺസെപ്റ്റിലുള്ളതാണ് പ്രീ റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ബോർഡ് ഉണ്ട് നമുക്ക്. ഓക്കെ, അതിന് സ്റ്റൈലസ് എന്നൊരു പെൻസിലല്ല, ഒരു ഉപകരണമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുട്ടികളിലേക്ക് കൊണ്ട് ആ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രീ നമ്പർ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുട്ടികളിലേക്ക് നമ്മൾ ചെയ്തു. നിങ്ങൾ പ്രാക്ടിക്കലി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നത്. ഓക്കെ, അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓൾറെഡി കുഞ്ഞിന്റെ ഈ ചെറിയ ഫിംഗേഴ്സിന്റെ മസിൽസുകൾ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് കുട്ടികൾ എങ്ങനെയാണ് അത് പരിശീലിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പല മോഡൽസ് ഉണ്ട്. ആ ഒരു ബോർഡാണ്, ആ ഒരു ബോർഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ട്രീയുടെ ഷേപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ കൊതുകുതിരിയുടെ ഷേപ്പില്ലേ, കൊതുകുതിരി കണ്ടിട്ടില്ലേ നിങ്ങൾ റൗണ്ടിലെ? അപ്പൊ അതിലൊക്കെ എന്താണ്, അതിൽ നടുക്ക് മുതൽ കുഞ്ഞിങ്ങനെ കൈ വെച്ചിട്ട് അതിന്റെ പേരാണ് ഉപയോഗിക്കുന്ന പെൻസിലല്ല, സ്റ്റൈലസ് എന്ന് പറയും. ഒരു എന്താ പറയാ ചെറിയ പെൻസിലൊക്കെ ഇല്ലേ, നമ്മുടെ ക്യാമലിന്റെ ചെറിയ പെൻസിലേ നമ്മുടെ കോമ്പസിൽ വെക്കുന്ന അത്രയും വലിപ്പം ഉണ്ടാവുള്ളത്. അത് പക്ഷെ പെൻസിലിന്റെ രൂപമല്ല, നമ്മുടെ സ്പൂൺ പോലെ ഇരിക്കുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് ഈ കോർക്ക് കണ്ടിട്ടില്ല നമ്മള് മറ്റേ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന കോർക്ക്, അതേപോലത്തെ ഒരു ഷേപ്പാണ്. അപ്പൊ അതെന്തിനാണോ അതെങ്ങനെ പിടിച്ചിട്ട് കുട്ടികളെ കൊണ്ട് എന്താ നമ്മൾ കൊടുത്ത ആ പിക്ചർ എന്ന് വെച്ചാൽ ഒരു ബോർഡായിരിക്കും, കബോർഡ് പോലത്തെ ഒരു ബോർഡാണ് അത്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് കൈ കുറച്ച് വരപ്പിച്ച് കുഞ്ഞുങ്ങൾ എന്താണ് അത് ട്രെയിൻ ചെയ്ത് അവരുടെ എല്ലാ മസിൽസ് ഡെവലപ്മെന്റ്സും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആകും. ഓക്കെ, അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? മോട്ടോർ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞ് അത് വരയ്ക്കുന്നതിനനുസരിച്ച് ഏത് ഷേപ്പാണ് വരയ്ക്കുന്നതെന്ന് കുട്ടികൾ ഓൾറെഡി എന്താണ് ബ്രെയിൻ ഡെവലപ്മെന്റ്സിന്റെ ഒരു വഴി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിലൂടെയാണ് കുഞ്ഞിന് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞ് ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കുന്നത്. നമ്മൾ ആ സ്റ്റേജ് പഠിച്ചില്ലേ, ഏതൊക്കെ കോൺസെപ്റ്റ് ആണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്? കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ച ഓർമ്മയുണ്ടോ? തിയറിയിലെ പിയാഷയുടെ തിയറി പഠിച്ചപ്പോ നല്ല ഓർമ്മയാണ്. ഓക്കെ, ബേസിക് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ട്, അതായത് സീരിയേഷനാണ് ക്രമീകരിക്കാനും അതേപോലെ തന്നെ ശ്രേണീകരിക്കാനായിട്ട് കൗണ്ടിങ് ചെയ്യാനൊക്കെ കുട്ടികൾ അങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മോട്ടർ കോൺക്രീറ്റ്. എക്സാമിന് ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികൾ ഇത് പഠിക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ഏതാണ് പിയാഷയുടെ? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. എന്ത് പഠിക്കുന്നത്? പ്രോബ്ലം സോൾവിങ്, പിന്നെ സെൽഫ് കോൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും തിങ്കിങ് ചെയ്യുന്നവൻ അവനെന്താണ് റിയാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ കുട്ടികളുടെ ഇത്തരം സ്കില്ലുകൾ നമ്മൾ ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ഭാഗത്ത് ആ റിപ്പോർട്ട് കാർഡിൽ ടീച്ചേഴ്സ് ഇത് രേഖപ്പെടുത്തുന്നത്. കുട്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തുന്നത് ഈ റിപ്പോർട്ട് കാർഡിൽ കേട്ടോ. പിന്നെ എന്താണ് നോക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ആ ഒരു സെഷൻ വരുമ്പോൾ കുട്ടികളുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കും ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്? ലിസണിങ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ്. എന്താണ് ലിസണിങ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻ? നിങ്ങൾ ക്ലാസ്സിൽ പോയി ഒരു സ്റ്റോറി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ സ്റ്റോറി പറയുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? കേൾക്കുമല്ല, ലിസൺ ചെയ്യും അല്ലെ? നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നെങ്കിൽ കുഞ്ഞുങ്ങളത് കേട്ടിരുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ആന എങ്ങോട്ടാണ് പോയത് അവരെന്ത് ചെയ്യും? തിരിച്ചെന്ത് പറയും? ഓറൽ എക്സ്പ്രഷൻസ് വരില്ലേ? ആന എങ്ങനെയാ കാണിച്ചെന്ന് ചോദിക്കുമ്പോ ടീച്ചർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അത് അതിനെ തിരിച്ചവര് കാണിക്കും അല്ലെ? അതുപോലെ കാണിക്കും. ഇത്രയും ചെയ്തിട്ടും കുട്ടികൾ അത് കാണിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്താണ് ലിസണിങ് സ്കില്ലും ഇല്ല, ഓറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓറലായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് അറിയില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്, അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടി അത് കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അറ്റൻഷനോടെ ഇരിക്കുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ ആ സ്റ്റോറിയിലൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിക്കും അല്ലെ? ക്ലാസ് മുറിയിലുള്ള എന്താണ് ആ സ്റ്റോറി ആയിരിക്കുള്ളൂ.
കുട്ടികൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. യെസ്, കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നല്ല രീതിയിൽ കുഞ്ഞിനെ അത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ. അതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടും വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ, ലിസണിങ് സ്കില്ലും ഓറൽ എക്സ്പ്രഷൻസും ഒക്കെ. പിന്നെ അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ നോക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്തായിരിക്കും? ലിസണും ഓറൽ എക്സ്പ്രഷനും മാത്രം മതിയോ? കുട്ടിക്ക് എന്തുണ്ടാവണം? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. അത് അടുത്ത പോയിന്റ് ആണ്. ഇതല്ലേ ലാംഗ്വേജ് ഉപയോഗിക്കാൻ കഴിയണ്ടേ കുഞ്ഞിന്? ഉപയോഗിക്കാൻ പറ്റണ്ടേ? സംസാരിക്കാൻ പറ്റണം അല്ലേ? ഓറലി കുട്ടികൾക്ക് പറയാൻ പറ്റണം. പിന്നെ അക്ഷരങ്ങൾ കണ്ടാല് അല്ലെ, അക്ഷരങ്ങൾ കണ്ടാൽ അത് തിരിച്ചറിയാൻ കൂടി കുഞ്ഞിന് അറിയാൻ പറ്റണം. ആൽഫബറ്റ്സ് ആണെങ്കിലും ഇപ്പൊ ഏത് തരം വാക്കുകളാണെങ്കിലും, ചെറിയ ചെറിയ വേർഡ്സുകളാണെങ്കിലും ആൽഫബറ്റ്സ് ആണെങ്കിലും അത് കംപ്ലീറ്റ് കുഞ്ഞിന് വായിക്കാനും അത് കണ്ടാൽ അത് ഏത് ലെറ്റർ ആണെന്ന് തിരിച്ചറിയാനും കൂടി അറിയണം. ഓക്കെ, അതും കുഞ്ഞ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അധ്യാപകർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അതും ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് കോളത്തിലാണ് ആഡ് ചെയ്യുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു കോളത്തിലാണ് നമ്മൾ അവർ ഒബ്സർവേഷൻ കാർഡിൽ അത് എഴുതുന്നത്. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, കുട്ടികൾ വരുന്ന എല്ലാ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസും നമ്മൾ റിപ്പോർട്ട് കാർഡിൽ രേഖപ്പെടുത്തും. ഏതൊക്കെ എക്സ്പ്രഷൻസ് ആണ് ക്രിയേറ്റീവ് ആയിട്ട് വരുന്നത്? മ്യൂസിക്, സിംഗിങ്, ഡ്രോയിങ്, പെയിന്റിംഗ്, ക്രാഫ്റ്റ്, ഡ്രാമ, റോൾ പ്ലേ, മേക്കിംഗ് എ സ്ട്രോങ് പോയം ഓഫ് ഗെയിം ഓർ ടോയ് എക്സെട്ര. കുട്ടികൾ വരുന്ന എന്ത് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഏതിലാണ് രേഖപ്പെടുത്തുന്നത്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിലാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ നന്നായിട്ട് പാടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്നവരുണ്ടാവും, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, എന്ത് ടാലന്റും അല്ലെ. ചിലപ്പോൾ ഗെയിംസിനോട് താല്പര്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പോയംസ് ക്രിയേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പല ടാലന്റ്, എന്ത് ടാലന്റ്സും നമ്മൾ എന്തിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിലായിരിക്കും ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടിയുടെ ഒബ്സർവേഷൻ പീരീഡിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെ നോക്കും? നമ്മുടെ കുട്ടിയുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ സൊസൈറ്റിനോട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ എങ്ങനെ എത്രത്തോളം സ്റ്റേബിൾ ആണ്. പല പല സിറ്റുവേഷൻസിലൂടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ മാത്രമല്ല, ക്ലാസ് മുറിയിൽ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടി ആ സ്കൂൾ സെറ്റിംഗ്സിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട്? സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിൽ വരും. ഓക്കെ, പിന്നെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഫൈൻ മോട്ടോർ സ്കിൽസിനാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമ്മൾ എന്തെല്ലാം നോക്കുന്നുണ്ട്? കുഞ്ഞിന്റെ 3 നമ്പർ സ്കിൽസ് നോക്കും, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, പിന്നെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ടോ? ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ച സീരിയേഷനും ക്ലാസിഫിക്കേഷൻ അല്ലാതെ തന്നെ വേറെ എന്തൊക്കെ വരുന്നുണ്ട്? കളർ ആൻഡ് ഷേപ്പ് കോൺസെപ്റ്റ്. ഓരോ ഷേപ്പ് കണ്ട, ഇപ്പൊ ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ഓരോ ഷേപ്സ് കണ്ടുകഴിഞ്ഞാൽ കുഞ്ഞിനെ ഷേപ്സ് തിരിച്ചറിയാൻ പറ്റണം അല്ലെ. സ്ക്വയറും നമുക്ക് ഓൾറെഡി നമുക്കൊരു ഷേപ്സിന്റെ ഒരു കാറ്റഗറി തന്നെ മോണ്ടിസോറിയിൽ ഉണ്ട്, നിങ്ങൾ കാണാത്ത പല ഷേപ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഓവൽ ഷേപ്പ് ആണെന്ന് തോന്നും, പക്ഷെ ഓവൽ ഷേപ്പ് അല്ല, വേറൊരു ഷേപ്പ് നമ്മളുടെ കയ്യിലുണ്ട്, വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോ അത് ഓവൽ ആണെന്ന് തോന്നും, പക്ഷെ ഓവൽ അല്ല, വേറൊരു പേരാണ്, എനിക്ക് കിട്ടുന്നില്ല, മറന്നു വരും. ഓക്കെ, അപ്പൊ വരുമ്പോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തൊക്കെ നോക്കും നമ്മൾ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്കില്ലില് ലിസണിങ്ങും ഓറൽ എക്സ്പ്രഷൻ സ്കില്ലോകും. ക്രിയേറ്റീവ് ആയിട്ട് കുഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം എവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന ആ ഒരു ഭാഗത്താണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വരുന്നത് എങ്ങനെയാണ്? വേണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ്, ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ ഫോർമാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സാമ്പിൾ പേജ് ആണ്, ഒരു കുഞ്ഞിന്റെ ഒബ്സർവേഷൻ പീരീഡിലെ ഒരു, അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ ഒരു സാമ്പിൾ പേജ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് കൊടുക്കും കുഞ്ഞിന്റെ ഒരു നെയിം അല്ലെ, പേര്, ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഫാദേഴ്സ് നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, മദേഴ്സ് നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, കുഞ്ഞിന്റെ വെയിറ്റ്, ഹൈറ്റ്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ഇതെല്ലാം ടീച്ചർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒബ്സർവേഷനിലൂടെ, കൊടുക്കുന്ന ആക്ടിവിറ്റീസിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് കുഞ്ഞിൽ നിന്ന് കാണുന്ന എന്തൊക്കെയാണോ ഇത്തരം കാര്യങ്ങൾ ടീച്ചർ ഇതിൽ രേഖപ്പെടുത്തും. ഓക്കെ, ഇതാണ് ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്, ഒരു റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് ഇത് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇനി
ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. നിങ്ങൾ ഓൾറെഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ടൈം ടേബിൾ ഇപ്പൊ ഉണ്ടാക്കാൻ തന്നിട്ടുണ്ട് മെസ്സേജ് തന്നിട്ടുണ്ട് മിസ് ജഷ മിസ്. തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത് പഠിക്കുന്നത് ടൈം ടേബിൾ ആണ് കേട്ടോ. എത്ര ടൈപ്പ് ഓഫ് ടൈം ടേബിൾ ഉണ്ട്? 3 types. Teacher's timetable, principal. സ്റ്റുഡന്റ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ, പ്രിൻസിപ്പൽ ടൈം ടേബിൾ. നമ്മൾ ഇതിൽ പഠിക്കുന്നത് ആകെ 3 എണ്ണമാണ് പക്ഷെ കേട്ടോ. എന്തൊക്കെയാണ്? ക്ലാസ് ടൈം ടേബിള്, ടീച്ചേഴ്സ് ടൈം ടേബിള്, മാസ്റ്റർ ടൈം ടേബിൾ. 3 എണ്ണമാണ് കേട്ടോ. അതായത് സ്കൂളിന് മൊത്തത്തിലൊരു ടൈം ടേബിൾ ഉണ്ട്. അത് പറഞ്ഞ ആർക്കാ ടീച്ചർ? അത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. ഓക്കെ, പക്ഷെ അറിഞ്ഞിരിക്കണം അല്ലെ? ഇനി നമുക്ക് നോക്കാം. The timetable is a detailed plan showing the schedule of time allocation to various subjects and activities. Usually, the timetable is prepared for a week to be repeated. All the work in the school is carried out systematically and in tune with the timetable. Outstanding working of a school depends on a suitable timetable. Hence, the timetable is said to be the second school of clock. Okay, the sentence okay. The timetable is a detailed plan showing the schedule of time allocation to various subjects and activities. എന്താണ് ഒരു ഡീറ്റെയിൽ ടൈം ടേബിൾ? അത് ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ടൈം അലോക്കേഷൻ അല്ലെ? ഏതൊക്കെ സബ്ജക്ട്സിൽ, ഏതൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏതൊക്കെ പീരീഡില് അല്ലെങ്കിൽ ഏതൊക്കെ ടൈം ലിമിറ്റിൽ ചെയ്ത് തീർക്കാനുള്ള ഒരു ഷെഡ്യൂൾ ആണ് അല്ലെ? ശരിക്കും ടൈം ഷെഡ്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എത്ര പീരീഡ് ഉണ്ടായിരിക്കും? മാക്സിമം 8 പീരീഡ്. ഓക്കെ, യെസ്. അപ്പൊ ഓരോ 8 പീരീഡും നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഉച്ചക്ക് മുൻപാണെങ്കിൽ 4 പീരീഡ്, ഉച്ചയ്ക്ക് ശേഷം 4 പീരീഡ്. ഇന്റർവെല് വരും മിസ്. 3 ഇന്റർവെല്. നമ്മൾ ഇന്റർവെൽ ടൈംസ് ഉണ്ട്. രാവിലെ പ്രയർ ടൈം ഉണ്ട്. ദെൻ വൈകിട്ട് നമ്മള് ചില സ്കൂൾ, ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഒരു സ്കൂളിനെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ചില സ്കൂളുകൾ 2:30 വിടുന്ന സ്കൂളുകളുണ്ട്. ഏർലി മോർണിംഗ് തുടങ്ങും. ചിലപ്പോ 7:30 തുടങ്ങിയിട്ട് 2:30 വരെ ഉണ്ടാവുള്ളൂ. ചിലത് എങ്ങനെയാണ്? ഡൽഹിയിലെ കേന്ദ്രീയ വിദ്യാലയമൊക്കെ അങ്ങനെയാ, 7:30 തുടങ്ങിയിട്ട് 2:30 വരും. അപ്പൊ ഓരോ സ്കൂളിലും സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പീരീഡിന് വേണ്ടിയിട്ട് ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ടൈം ടേബിൾ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, വേരിയസ് സബ്ജക്റ്റിനും ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഒരു ദിവസത്തേക്ക് മാത്രമാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ഇല്ല, അത് റിപ്പീറ്റ് ആയി വന്നോണ്ടേയിരിക്കും. Yes, usually the timetable is prepared for a week. ഒരാഴ്ചത്തേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ എന്താണ്? റിപ്പീറ്റ്, അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, യെസ്. All the work in the school is carried out systematically in tune with the timetable. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ പോകാൻ വ്യക്തമായിട്ട് അറിയാം, ഈ ടൈം ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സ്കൂൾ പ്രവർത്തിക്കുന്നത് അല്ലെ? ഒരു സ്കൂളിന്റെ ട്യൂൺ ചെയ്ത് പോകുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ടൈം ടേബിൾ. അതായത് തുടങ്ങാനൊരു സമയം, അവസാനിക്കാനൊരു സമയം, ആ സ്പെസിഫിക് ടൈം ഷെഡ്യൂളിനുള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ടീച്ചേഴ്സ് വരുന്നത്, കുട്ടികൾ വരുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത്, കുട്ടികളുടെ ബ്രേക്ക് ടൈം, ലഞ്ച് ടൈം, ഈവനിങ് ടൈം, ലാസ്റ്റ് എന്താണ്? സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ടൈം വരെ എന്തുണ്ട്? ആ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് പോകുന്നത്. സമയപരിധി അനുസരിച്ചിട്ടാണ് ക്ലാസ് മുറിയില് അല്ലെങ്കിൽ സ്കൂളില് നമ്മള് ട്യൂൺ ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ടൈം ടേബിൾ ആണ് ഹോൾ സ്കൂളിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന, പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? യെസ്. ഓക്കെ, then the outstanding working of a school depend on a suitable timetable. നമുക്കിതിങ്ങനെ വെറുതെ തയ്യാറാക്കിയിട്ട് കാര്യമില്ല. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും, അതായത് നമുക്കറിയാം ഓരോ സബ്ജക്ട് വൈസ് ആണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിലും അതൊക്കെ കൊടുക്കേണ്ട സമയത്ത്, ഇപ്പൊ രാവിലെ കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമുള്ള സബ്ജക്ട്സുകളുണ്ട് കുട്ടികൾക്ക് അല്ലെ? രാവിലെ നമ്മൾ കുറച്ചുകൂടി രാവിലെ വരുന്ന സബ്ജക്ട് ഏതൊക്കെയാ? മാത്സ് ആയിരിക്കും, ടഫായിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും രാവിലെ കൊടുക്കുക. യെസ്, അതായത് നമ്മുടെ കുട്ടികളുടെ മൈൻഡ് റിഫ്രഷ് ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മോർണിംഗ് ടൈം ആണ് അല്ലെ? അപ്പൊ അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ പഠിച്ചാല്
പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് വില്ലിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെയാണ്. ബാക്കി അവിടെ ലാംഗ്വേജ് ഫിസിക്സില് രാവിലെ ഒരു 11 മണി വരെ കുട്ടികളെ കിട്ടുള്ളൂ, 11:30 വരെ. പിന്നെ അവർക്ക് ബോറിംഗ് ആവും. പിന്നെ ഇതേപോലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഓരോന്ന് ചെയ്യും മാമപ്പൊക്കെ, എന്നിട്ടാണ് വീണ്ടും എടുക്കുക. ഇപ്പോ നമ്മൾ സ്കൂളിൽ പോലെ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുണ്ടല്ലോ, അത് ബ്രേക്ക് ടൈമിനാണെങ്കിലും മറ്റു ആക്ടിവിറ്റീസിനാണെങ്കിലും ഇത് പല പല കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടൈം ടേബിളിന് അനുസരിച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത്. ഇപ്പൊ എത്രയും നന്നായിട്ടൊരു ടൈം ടേബിൾ തയ്യാറാക്കുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ ആ സ്കൂളിന്റെ പെർഫോമൻസ് നമ്മൾ നല്ല രീതിയിൽ. അതിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്നത് ആ ടൈം ടേബിൾ തന്നെയാണ് ആ സ്കൂളിന്റെ കേട്ടോ. അതേപോലെ തന്നെ എന്താണ് ഒരു സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്നാണ് എന്തിനറിയപ്പെടുന്നത്, ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. ടൈം ടേബിൾ ഈസ് സെറ്റ് ടു ബി ദ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. സ്കൂളിന്റെ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ടൈം ടേബിൾ. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സെറ്റ് ടു ബി ദ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഏതാണ് ആൻസർ, ടൈം ടേബിൾ ആണ് കേട്ടോ. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല ഇല്ല മിസ്സേ. ഇല്ല മിസ്. അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ കണ്ടന്റ്സ് ഓഫ് ടൈം ടേബിൾ ഒക്കെ നമുക്ക് നിങ്ങളുടെ സെമിനാർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ, ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ. സെമിനാർ ആയിട്ടും പറയുന്നില്ല, അതിനെ ക്ലാസ് ആയിട്ട് എടുക്കാം, അതാണ് നല്ലത്. സെമിനാർ എടുക്കാൻ നമുക്ക് ലാസ്റ്റ് വലിയ വിശാലമായ സബ്ജക്ട് എടുക്കുന്നുണ്ട്, ടോപ്പിക് എടുക്കാം. മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, യൂണിറ്റ് 10. അത് സെമിനാറിന്റെ ഒരു പ്രഹേളി ആയിരിക്കുള്ളൂ കേട്ടോ. കുറെ ടോപ്പിക്സ് ഉണ്ട്, അത് എല്ലാവർക്കും, ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും അതിന്റെ ടോപ്പിക് ഉണ്ട്. വിധിച്ച് തരും, എല്ലാവർക്കും എടുക്കാം. അതെന്തിനാണ്, അടുത്ത ലാസ്റ്റ് ആണ് നമ്മൾ അത് എടുക്കുന്നത്. പാർട്ട് 4 അവസാനിക്കുന്ന സമയത്ത് എടുക്കുന്നത്. ക്ലാസ് എടുക്കാൻ പ്രിപ്പയർഡ് ആണ്, അത് ക്യാമറ ഓൺ ചെയ്ത് തന്നെ ക്ലാസ് എടുക്കണം. ഞാനിവിടെ മാർക്ക് കൊടുക്കും സെമിനാർ കേട്ടോ. ടോപ്പിക്സ് വളരെ എളുപ്പമാണ് അതിലെ. ഓരോ പൊല്യൂഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്, നമ്മുടെ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിൽ വരുന്നത് എല്ലാം കേട്ടോ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് അന്ന് എടുക്കാം. ഇതിപ്പോ പിന്നെ അതല്ലാതെ റിപ്പോർട്ടിംഗ് ആണെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസ് എടുക്കാൻ ചെറിയ ചെറിയ ടോപ്പിക്സുകൾ തരാം. അപ്പൊ നമുക്ക് അതൊരു പ്രാക്ടിക്കൽ പോലെ. ഇപ്പൊ ടെൻഷൻ, ഇപ്പൊ കുറച്ച് പേർക്ക് ക്ലാസ് എടുക്കാൻ പേടിയാണെന്ന് പറയുന്നുണ്ട്. ആരാ ബിൻസിയാ? അതൊക്കെ മാറ്റണം. നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ പേടിച്ചു പോയി ക്ലാസ് എടുക്കാൻ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് ക്ലാസ്സിൽ ഇറങ്ങി പോയി അങ്ങനെ നമ്മള് പേടിച്ച് നിൽക്കുന്ന പിള്ളേരെ അവരുടെ വാടിന് പോവുള്ളൂ. സ്കൂളിൽ പോയപ്പോ എന്ത് തോന്നിയാണ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിസ്സേ. ഞാന് B.Ed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8, 9, 10 ആയിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മള് ചെറിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് നമ്മൾ ഒച്ച എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അവര് പഠിപ്പിക്കുമ്പം അവര് ശ്രദ്ധിക്കില്ല. 5 മിനിറ്റ് ശ്രദ്ധിച്ചാൽ 10 മിനിറ്റ് അവര് ശ്രദ്ധിക്കില്ല. അപ്പൊ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തേ തന്നെ പറ്റുള്ളൂ. ഓരോ ട്രിക്കുകൾ അറിഞ്ഞിരിക്കുക, അവരുടെ ഓരോ ക്ലാസ്സിൽ പോയി നിൽക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ലേ? വളരെ ഇഷ്ടമായി. അവർക്ക് വളരെ ഇഷ്ടമായി, കുട്ടികൾക്കും നല്ല സ്നേഹമായിരുന്നു. പോന്നിട്ട് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് കുറച്ച് ദിവസത്തേക്ക്. അതൊക്കെ ഉണ്ടാവും. അപ്പൊ മുഴുവനായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആവാതെ പോലെ നല്ലത്. നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കുള്ളത് കേട്ടോ. രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ല, എത്ര ദിവസം കൂടി ഉണ്ട് ഇനിയുണ്ട് മിസ്, 5-6 days ഇനിയുണ്ട്. ഇന്ന് പോയില്ല, അതുകൊണ്ട് കൂടി കൂടുതൽ വരും. ഒരാഴ്ചയും കൂടി ഉണ്ട് അല്ലേ? കഴിയുമ്പോ എക്സ്പീരിയൻസ് പറയണം. അത് കഴിയുമ്പോ എക്സ്പീരിയൻസ് പറയാം കേട്ടോ. സൗണ്ട് ഇല്ല മിസ്, പോയി കഴിഞ്ഞ പിന്നെ സൗണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് മിസ്. പിള്ളേരൊക്കെ ഭയങ്കര സ്നേഹം. 1-2 ദിവസം കഴിയുമ്പോ പിന്നെ അവരൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മളോട് വന്ന് ഇങ്ങോട്ട് പറയും മിസ് നാളെയും വരണം. ഭയങ്കര സ്നേഹമാണ്. അവരുടെ മിസ് ഉണ്ടെങ്കിലും അവര് പറയും 2 മിസ്സുമാരും വേണം, മിസ്സും വരണം, ടീമോൾ മിസ്സും വേണം. ആ മിസ്സിന് പകരം ഞാൻ കയറിയതേ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ എല്ലാവരും UKG മാത്രമേ കയറാൻ കുറച്ച് നേരം കിട്ടിയുള്ളൂ. മിസ്സിന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. അപ്പൊ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് ആയിരുന്നു. പിന്നെ എന്റെ മോളുടെ
പിന്നെ ഈ രമ്യ ടീച്ചർ എനിക്ക് കേറില്ല ഇപ്പൊ ക്ലാസ്സിലെ രമ്യ ജോലിക്ക് പോകുന്നുണ്ട്. രമ്യ മേനോത്ത്. ധന്യമേനോത്ത് അവിടെ കിട്ടി മിസ്. തിങ്കളാഴ്ച മുതൽ കയറിയത്. ഇന്നലെ മുതല് കയറിയത്. ഗോപിക്ക് ചേച്ചി ഗോപി ചേച്ചിക്ക് ദിവസം കൂടിയുണ്ട്. ബാക്കിയുള്ളവർ എന്താണ് പോവാൻ പ്ലാനുണ്ടോ? എന്തായി ബാക്കിയുള്ള സുധ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ആരും കൂടി പോയിട്ടുണ്ട് സുധയുടെ കൂടെ തന്നെ, സെയിം സ്കൂളില്. രശ്മിയാണ് തോന്നുന്നു നമ്മുടെ രശ്മി രശ്മി പോയി തുടങ്ങിയിട്ടുണ്ട്. ശരി, എല്ലാവരും നല്ല എക്സ്പീരിയൻസ് പറയട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും നിങ്ങളെ പാർട്ട് 4 കഴിഞ്ഞിട്ട് പോണായിരുന്നു കുറച്ചുകൂടി നല്ലത്. പക്ഷെ കുഴപ്പമില്ല, KG സെക്ഷൻ ആയത് പ്രശ്നമില്ല. പാർട്ട് 4 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ട്. അതിന് വേണ്ടത് നിങ്ങൾ മൊത്തം സൈക്കോളജി നമുക്ക് പോകുമ്പോ തന്നെ ഒരു ഐഡിയ ഇല്ല മിസ്സേ, നമ്മൾ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല. നമ്മളിപ്പോ അതിലേക്ക് കടക്കുന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് വെയിറ്റ് ചെയ്ത് നിന്നാല് നമുക്ക് ഈ സമയം എക്സാം ടൈം ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണല്ലോ. ഇപ്പൊ തന്നെ പല സ്കൂളുകളിലും ചോദിച്ചിട്ട് അവർക്ക് മടിയായിരുന്നു. ജൂൺ ആവുന്നേക്ക് മുമ്പ് സ്കൂളിൽ പറയാം, അത് പോകണം കേട്ടോ, പോയി ചോദിക്കണം. നമ്മളെ വിളിക്കാൻ നോക്കിയിരിക്കും, ഒന്ന് ജസ്റ്റ് ചെല്ലാം. അതിപ്പോ ജൂൺ അല്ലല്ലോ, വെക്കേഷൻ തീരുന്നതിന് മുൻപായിട്ട് പോയി സ്കൂളിൽ ചോദിക്കാം. ഈ സമയത്ത് കൂടുതലും നമ്മൾ ബയോഡാറ്റ എല്ലാ സ്കൂളുകളിലും തന്നെ കൊടുത്തിടുക, നിങ്ങളുടെ അടുത്തുള്ളത്. ഈ സമയത്താണ് കൂടുതലായിട്ടും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന, പിന്നെ ഇന്റർവ്യൂ നടക്കുന്ന സമയം ഈ സമയത്താണ്. ഇസ്ലാമിക് സ്കൂളില് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. മന്നത്തെ സ്കൂള് ഇസ്ലാമിക് മിസ് പറഞ്ഞില്ലേ അന്ന്. പക്ഷെ അവിടെ പോണോ ദിവസത്തിൽ വിളിക്കോ ഒന്നും അറിയില്ല മിസ്, എന്ത് വേണം അറിയില്ല. അവിടെ ബയോഡാറ്റ കൊടുത്തിടുന്ന എല്ലായിടത്തും. അതെ, നിങ്ങള് തുടക്കം വലിയ സാലറി ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. തുടക്കം ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ. അറിയാം ഇൻഫൻസീസത്തില് അറിയാവുന്ന ഒരു മിസ് പറഞ്ഞു സ്റ്റാർട്ടിങ് 10,000 ആണെന്ന് പറഞ്ഞായിരുന്നു. അത്രയൊന്നും തരുമെന്ന് അറിയില്ല. അതിപ്പോ പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഈ ചിന്താഗതി മാറ്റണം. ഞാനും നിങ്ങളുടെ അതേ ചിന്താഗതി വെച്ചിരുന്നതാ. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ജോലി കിട്ടിയാൽ മതി. പൈസ കുറവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ജോലിക്ക് പോയി തരുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ വരും. നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ പൈസ ആവശ്യമാണ് കേട്ടോ. പൈസ ഒരിക്കലും ഇപ്പൊ എത്രയായാലും പൈസ ഇല്ലാണ്ട് നമ്മൾ ജോലിക്ക് പോകണ്ട. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചേ. പൈസ കിട്ടാത്തവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കാണ് അത് ബെനിഫിറ്റ്, നമുക്കൊരു ബെനിഫിറ്റ് കിട്ടത്തില്ല. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? പൈസ തന്നെ വേണം. അപ്പൊ പൈസ വേണ്ടെന്ന് ആരും പറയരുത് കേട്ടോ. ഇന്റേൺഷിപ്പ് ചെയ്യാതെ നമ്മളെ CV കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇന്റർവ്യൂവിന് വിളിക്കുമ്പം കുഴപ്പമുണ്ടോ? ഇന്റർവ്യൂവിന് പോകണം, അറ്റൻഡ് ചെയ്യണം, കോൺഫിഡന്റ് അറ്റൻഡ് ചെയ്യണം. ഇന്റേൺഷിപ്പ് ചെയ്യാത്തോണ്ടേ അവിടെ CV കൊടുക്കുമ്പോ അവര് ചോദിക്കും ഇന്റേൺഷിപ്പ് ചെയ്യാൻ എന്താ. ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ലാവുന്നുള്ളൂ എന്ന് പറയണം. അപ്പോഴാണ് ഇന്റർവ്യൂവിന് വിളിച്ചതെന്ന് പറയണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ചെല്ലണം. കോൺഫിഡന്റ് ആയിട്ട് പറയാം കേട്ടോ. ഇങ്ങനെ പറഞ്ഞവര് പറയും താൻ വരണ്ടാന്ന് പറയും. എനിക്ക് ക്ലാസ് എടുത്ത് പ്രിപ്പയർഡ് ആവണം കേട്ടോ, അത് ശരിയാവില്ല. നമ്മളിവിടെ കുറെ റെക്കോർഡ് എഴുതുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ഓക്കെ. പക്ഷെ നമ്മൾ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇതൊന്നും അല്ല. നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റണം. ഏറ്റവും നന്നായി ക്ലാസ് എടുക്കാനാണ് പഠിക്കേണ്ടത്. അത് പറ്റുന്ന രീതിയിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ഇവിടെ പ്രിപ്പയർഡ് ആണോ, നിങ്ങൾ വീട്ടിലിരുന്ന് പ്രിപ്പയർഡ് ആണോ. ഞാൻ പറഞ്ഞിട്ടുള്ള കാലന്മാരുടെ മുൻപിലോ മരത്തിന്റെ മുൻപിലോ എവിടെയെങ്കിലും പോയിട്ട് ക്ലാസ് എടുത്ത് പഠിക്കാൻ. കുട്ടികൾ തന്നെ വേണമെന്നൊന്നുമില്ല, കുട്ടികൾക്ക് മുമ്പിൽ ഉണ്ടെന്ന് വിചാരിച്ച് ക്ലാസ് എടുക്കാൻ പഠിക്കാം. നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്ന റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും അല്ല അവിടെ വരുന്നത്. നമ്മളെങ്ങനെയാണ് അവിടെ റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്നതാണ് വരുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും. പേടിയില്ലാതെ കോൺഫിഡന്റ് ആയിട്ട് എന്താണെങ്കിലും, ഒരു സ്റ്റോറി ആണെങ്കിലും ബോയോ ആണെങ്കിലും എന്ത് കണ്ടന്റ് പഠിപ്പിക്കാനാണെങ്കിലും നിന്ന് പറയാൻ പറ്റും. ക്ലാസ്സിൽ ചിലപ്പോ ചിലവർക്ക് പേടിയാവും. ഇത്രയും കുട്ടികളെ കാണുമ്പോൾ പേടിയാവും പെട്ടെന്ന്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ കയറി ചെല്ലുന്ന സമയത്ത് ഒന്നും ജസ്റ്റ് ഒന്ന് നെഞ്ച് പിടച്ചില്ലേ? ഇത്ര പേരെ കണ്ടോ? ഉണ്ടായിരുന്നോ? ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ. പിന്നെ ആ മിസ് ഉണ്ടായിരുന്നു ക്ലാസ്സില്, അതുകൊണ്ട് അവര് അടങ്ങിയിരുന്നു, വലിയ വിഷയമില്ലായിരുന്നു. എനിക്കൊരു സമാധാനം, മിസ് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ
ക്ലാസ്സിലോട്ട് നമ്മൾ കയറുന്ന സമയം അത് സെക്കൻഡാണ്, വളരെ ചെറിയ സെക്കൻഡിനുള്ളിലുള്ളൊരു നമുക്കത് നോർമലി മനുഷ്യൻ ബിഹേവിയർ ഉൾപ്പെടുന്നതാണ്. ആ ഇമോഷൻ ഇങ്ങനെ വരും ഒരു ടെൻഷന്റെ രൂപത്തില്. ഒന്നുമല്ല, നമ്മള് ഇത്രയും കുട്ടികളെ നമ്മളെ മാത്രം ഇങ്ങനെ നോട്ടീസ് ചെയ്തിരിക്കുമ്പോ നമുക്കൊരു പെട്ടെന്നൊരു ഇത് വരും. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും വരും കേട്ടോ. പക്ഷെ ചിലവർ അതിൽ നിന്ന് മാറില്ല, ചിലർക്ക് അതേ പേടി കുറെ ദിവസം ഉണ്ടാവും. പക്ഷെ കുറച്ച് സമയത്തൊക്കെ മാത്രം അത് മതി. അത് കഴിഞ്ഞ് എന്താ നമ്മുടെ കുട്ടികളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ അപ്പൊ ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ആവും. ഇനി മുതൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം കേട്ടോ. റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നോട്ടെ, അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ക്ലാസ് എടുത്ത് പഠിക്കണം. അപ്പൊ നിങ്ങൾ പോയവർക്ക് അറിയാൻ പറ്റും, ആ സ്കൂളില് നമ്മൾ ആ ക്ലാസ് മുറി ചെല്ലുമ്പോൾ നമ്മളല്ലാണ്ടായി മാറുന്നുണ്ട് അല്ലെ. എല്ലാ ഇമോഷൻസ് ഒക്കെ മാറി നമ്മുടെ ഒച്ചയൊക്കെ പോണ പോക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ഓക്കെ, എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ക്ലാസ് ഉണ്ട്, വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. എവിടെ വരെ എടുത്തെന്ന് നോക്കണേ. ടൈം ടേബിൾ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാം, ഇടുന്നതാണ് കേട്ടോ. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്താലും മതി. ക്ലാസ് കഴിഞ്ഞിട്ട് അത് വേണ്ടല്ലോ, സെമിനാർ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടിടാം. ഇടത്തില്ല. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇത് ക്ലാസ്സിൽ പിള്ളേരെ ഫ്രൈഡേ അശ്വതിന് കൊടുക്കോട്ടെ ക്ലാസ്.